Hello dear friends, welcome to Swati Swaga Tutorials. Today we are starting with a new chapter in plus 1 botany, that is mineral nutrition. So let's start. Okay, then move on to our chapter mineral nutrition. Okay, what is mineral nutrition? That is the process of absorption and utilization of various mineral ions by the plants for their growth and development. Okay, എന്താണ് മനസ്സിലായോ? Process of absorption and utilization of mineral ions. Mineral ions absorb ചെയ്യുന്നു, അത് യൂട്ടിലൈസ് ചെയ്യുന്നു, that is ഉപയോഗിക്കുന്നു for their growth and development. Plants എന്തിനു വേണ്ടിയിട്ടാണ്? For their growth and development. That process is called mineral nutrition. Normally nutrition term is very familiar to you. Is it? നമ്മൾ ന്യൂട്രീഷൻ പഠിക്കുന്നതാണ്, സുവോളജിയിലാണ് ന്യൂട്രീഷൻ പഠിക്കുന്നു. ഹ്യൂമൻ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അനിമൽ ന്യൂട്രീഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? They absorb or intake food and digest food and finally absorb or utilize the energy. Okay, that is called a nutrition. The next one important technique, that is called hydroponics. A diagram is there related to hydroponics in your textbook and it is very important question. Okay, hydroponics means hydro, this term is always related to water. Okay, then hydroponics means actually it is a technique of growing plants in nutrient medium without soil. ഓക്കെ, സോയിൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ പ്ലാന്റ്സിനെ വെച്ച് പിടിപ്പിക്കുന്നത്, അല്ലെ? സോയിലാണ്. പക്ഷേ ഇവിടെ സോയിൽ കംപ്ലീറ്റ് ഒഴിവാക്കി ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ പ്ലാന്റ്സിനെ വളർത്തുകയാണ്. ദ ടെക്നിക് ഇസ് കോൾഡ് ഹൈഡ്രോപോണിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കാണാം, അങ്ങനെ ഒരു ഡയഗ്രാം കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു കോട്ടൺ വെച്ചിട്ട് അതിനെ കറക്റ്റ് അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സൈഡിൽ ന്യൂട്രിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ട്യൂബ് കാണാം, അതിൽ കൂടിയാണ് വാട്ടർ ന്യൂട്രിയൻസ് ഒക്കെ ആ മീഡിയത്തിലോട്ട് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് സൈഡിൽ ഒരു എയറേറ്റിംഗ് ട്യൂബ് നിങ്ങൾക്ക് കാണാം, അല്ലെ? എയറേറ്റിംഗ് ട്യൂബ്. എയറേറ്റിംഗ് ട്യൂബ് മീൻസ് ന്യൂട്രിയൻ്റ് മീഡിയം മസ്റ്റ് ബി എയറേറ്റഡ്. ഞാൻ മീഡിയം എപ്പോഴും എയറേറ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ ആവശ്യത്തിന് എയർ കൊടുക്കണം, എന്നാൽ മാത്രമേ ഒപ്റ്റിമം ഗ്രോത്ത് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എയറേറ്റിംഗ് ട്യൂബ്, ദെൻ പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നു, ദെൻ ന്യൂട്രിയൻ മീഡിയംസ് കൊടുക്കാനുള്ള ഒരു സൊല്യൂഷൻ കാണാം, ആൻഡ് ദർ ഈസ് നോ പ്രസൻസ് ഓഫ് സോയിൽ. ഓക്കെ, ആൻഡ് this technique first time demonstrated by a German biologist and his name is Julius von Sachs. Okay, and it was in 1860. This scientist name also important. അത് ഫസ്റ്റ് ഈ ഹൈഡ്രോപോണിക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആളാണിത്. ഓക്കെ, ആൻഡ് ബൈ ദിസ് മെത്തേഡ് ഓഫ് ഹൈഡ്രോപോണിക്സ് വി ക്യാൻ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ലൈക്ക് ടൊമാറ്റോ, ദെൻ സീഡ്ലെസ് കുക്കുംബർ, ദെൻ ലെറ്റ്യൂസ് എക്സെട്ര. ഓക്കെ, ഓർത്തു വെക്കുക, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹൈഡ്രോപോണിക്സ്. The next important heading, essential mineral elements. Okay, our term meaning തന്നെ നമുക്ക് മനസ്സിലാവും, essential, ആവശ്യമുള്ള എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ഏതൊക്കെ മിനറൽ എലമെൻറ്റ്സ് ആണ് പ്ലാന്റ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ളത്? ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള മൊത്തം എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ അബൌട്ട് 60 എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൽ കാണാം. ആൻഡ് ഓഫ് ദ 60 എലമെൻറ്റ്സ്, around 17 elements are absolutely essential for the normal growth and development of plants. Okay, അതിലൊരു 17 എണ്ണം അത്രയും ആവശ്യമാണ്, അത്യാവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് എസെൻഷ്യൽ മിനറൽ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. ആ 17 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഏതാണ്? കാർബൺ. കാർബൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ, കാർബൺ. ഓക്കെ, ദെൻ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ എച്ച് എന്താണ്? ഹൈഡ്രജൻ. Then next oxygen, then nitrogen, then P means എന്താണ്? phosphorus, phosphorus, then sulfur, then K എന്താണ്? potassium, potassium, then Ca means calcium, then magnesium, magnesium, then Fe means one, iron, then manganese, manganese, then Cu means what? Copper, then MO means molybdenum, molybdenum. Okay, then Zn means what? Zinc, and B means boron, then Cl means chlorine, and Ni means nickel. Okay, ഇപ്പോൾ 17 elements എഴുതി. They are considered as essential elements because they are absolutely essential for the normal growth and development of plants. And besides this element, some plants accumulate
gold and selenium, and also plants growing near to nuclear test site, nuclear reaction നടക്കുന്ന ആ ഒരു ടെസ്റ്റ് സൈറ്റിന് അടുത്ത് വളരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ they accumulate radioactive ആയിട്ടുള്ള, that is radioactive strontium. ഓക്കെ, അപ്പോൾ ഗോൾഡ്, സെലീനിയം, റേഡിയോ ആക്റ്റീവ് സ്ട്രോൺഷ്യം, പിന്നെ 17 എലമെൻറ്റ്സ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ കാണും. The next question, listen here. Next heading, criteria for essentiality, and note down it is an important question. Okay. What are the criteria for essentiality of elements എന്നാണ് ചോദിക്കുക. ഒരു എലമെൻറ്റ് എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ള ക്രൈറ്റീരിയ, നമ്മൾ എന്തൊക്കെ ബേസിലാണ് ഒരു എലമെൻറ്റ് എസെൻഷ്യൽ എലമെൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സി ഫസ്റ്റ് പോയിന്റ്, ദ എലമെൻറ്റ്സ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ സപ്പോർട്ടിങ് നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. നമ്മൾ എസെൻഷ്യൽ ആണെന്ന് പറയുന്ന എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പ്ലാന്റ്. നോർമൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും നടക്കാൻ അത്യാവശ്യമായിരിക്കണം ആ എലമെൻറ്റ്. വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദിസ് എലമെൻറ്റ് പ്ലാന്റ്സ് കനോട്ട് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ആൻഡ് സെറ്റ് ദ സീഡ്സ്, അല്ലേ? അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ പ്ലാന്റ്സിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനോ സീഡ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനോ കഴിയില്ലെങ്കിൽ ആ എലമെൻറ്റ് എന്താണ്? എസെൻഷ്യൽ ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ്സ് മസ്റ്റ് ബി സ്പെസിഫിക്. ഒരു എലമെൻറ്റ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് പകരം മറ്റൊന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ്. ഓരോ എലമെൻറ്റിനും സ്പെസിഫിക് റോൾ ഉണ്ട്. അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്. അതാണ് ആ സ്പെസിഫിക് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ദിവസം 3-4 ടാബ്ലറ്റ് കഴിക്കേണ്ടെന്ന് വിചാരിക്കാം. ഒരെണ്ണം തീർന്നു പോയാൽ നമ്മൾ അതിന് പകരം മറ്റതിൽ ഒന്നും കൂടെ എക്സ്ട്രാ കഴിക്കുമോ? ഇല്ല. ഓരോന്നിനും ഓരോരോ റോൾ ഉണ്ട്. അതിനാണ് അങ്ങനെയുള്ള പറയുന്നത്, സ്പെസിഫിക് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ്, ദ എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ്. നമ്മൾ പറയുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കണം? എസെൻഷ്യൽ എലമെൻറ്റ്സ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ എല്ലാ മെറ്റബോളിക് പ്രോസസ്സിലും ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ essentiality, and note down it is very very important question. And these essential elements are mainly divided into 2 categories. Okay, 2 category ആയിട്ട് നമുക്ക് essential elements നെ divide ചെയ്യാം. They are, first one is called macronutrients and the second is called micronutrients. Okay, then macro word meaning is large and micro means what? Small എന്നാണ് അർത്ഥം, അല്ലേ? ഇപ്പോൾ നോക്കാം, macronutrients means this type of elements, they are present in plants in large amount. Plants il koodiya alavil കാണുന്ന elements ആണ് എന്ത്? Macronutrients. Okay, that is our അളവ് പറയാണ്. അതിൻ്റെ അളവ് excess of 10 mol per kilogram of its dry matter. അതിൽ കൂടുതൽ വരുമ്പോഴാണ് എന്തായി മാറുന്നത്? നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. അപ്പോൾ 17 എലമെൻറ്റ്സ് പഠിച്ചതിൽ എത്ര ആൾക്കാരാണ് മാക്രോ എലമെൻറ്റ്സ് എന്ന് നോക്കാം. ദാറ്റ് ഈസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, sulfur, potassium, calcium and magnesium. These are considered as macronutrients. Okay, then ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ അധികം, ഇപ്പോൾ 10 മോളിനേക്കാളും കുറച്ചുകൂടെ കൂടിപ്പോയാലും പ്ലാന്റ്സിന് പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ദെൻ മൈക്രോന്യൂട്രിയൻസിൻ്റെ പേര് പറയാണ്. മൈക്രോന്യൂട്രിയൻസ് ആർ അതർവൈസ് കോൾഡ് ട്രേസ് എലമെൻറ്റ്സ്. ദേ ആർ ഓൾസോ കോൾഡ് വാട്ട്? ട്രേസ് എലമെൻറ്റ്സ്. ട്രേസ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, and അപ്പോൾ എന്തായിരിക്കും? മൈക്രോ മീൻസ് സ്മോൾ, സോ ദേ ആർ പ്രസൻറ്റ് ഇൻ വെരി സ്മോൾ എമൗണ്ട് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ചെറിയ അളവിൽ കാണുന്നു. ലെസ് ദാൻ 10 mol per kilogram ഓഫ് ഇറ്റ്സ് ഡ്രൈ മാറ്റർ ആണ് അതിൻ്റെ അളവ്. ഇനി ആരൊക്കെയാണ് മൈക്രോ? 17 കുറേ ആൾക്കാർ മാക്രോ പറഞ്ഞു. റിമൈനിങ് എവിടെ വരും? ഇതിൽ വരും. ദാറ്റ് ഈസ് അവർ അയേൺ, ദെൻ മാംഗനീസ്, ദെൻ കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, നിക്കൽ, ക്ലോറിൻ. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് അളവിലെ പ്ലാന്റ്സിൽ ഉണ്ടാവുള്ളൂ, അങ്ങനെ പാടുള്ളൂ. അതിനേക്കാൾ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് എക്സസ് വിൽ കോസ് ടോക്സിസിറ്റി. ഓക്കെ, ടോക്സിക് ആയിട്ട് മാറും, പ്ലാന്റ്സിന് തന്നെ പ്രശ്നമായിട്ട് മാറും. So these are the main category of essential elements. Next heading, role of essential elements. Okay, ഈ essential elements ന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത്. Essential elements means both the macronutrients and micronutrients are included. Then the first point, it acts as, that is this essential elements act as a components of biomolecules. ബയോമോളിക്യൂൾസിലെ കോമ്പണൻ്റ് ആണ്. ബയോമോളിക്യൂൾസ് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ സുവോളജിയിൽ പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അതിൽ വരുന്ന എലമെൻറ്റ്സ് ഏതാണ്? നമ്മൾ പഠിക്കുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻസ് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ബയോമോളിക്യൂൾസ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
The next point, it acts as a component of energy related chemical compounds. എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട്സിൽ വെച്ചാൽ എനർജി തരുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ കോമ്പൗണ്ട്സിൻ്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ഇസ് പ്രസൻറ്റ് ഇൻ ദ റിംഗ് സ്ട്രക്ചർ ഓഫ് ക്ലോറോഫിൽ സ്ട്രക്ചർ പഠിക്കുമ്പം അവിടെ മെഗ്നീഷ്യത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇപ്പം ക്ലോറോഫിൽ കാണുന്നതാണ് എന്ത് മെഗ്നീഷ്യം. അപ്പം ക്ലോറോഫിൽ മീൻസ് ഇറ്റ് ഹെൽപ്സ് ടു സിന്തസൈസ് എനർജി ദാറ്റ് ഇസ് പെർഫോം ഫോട്ടോസിന്തസിസ് അല്ല, ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ട്രാപ്പ് ലൈറ്റ് എനർജി. സോ ഹിയർ ഇറ്റ് ഇസ് എനർജി റിലേറ്റഡ് ആക്ഷൻ ആണ് നടക്കുന്നത്. മെഗ്നീഷ്യം in chlorophyll and phosphorus in ATP structure ആരാളത് phosphorus, adenosine triphosphate ATP. So phosphorus present. Next point, it activate or inhibit enzyme. അപ്പം ചില എന്താണ് എലമെൻറ്റ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനോ ഇൻഹിബിറ്റ് ചെയ്യാനോ അതിൻ്റെ ആക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടോ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം അയോൺസ് ആണെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എൻ ആക്ടിവേറ്റർ ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ റിലേറ്റഡ് പ്രോസസ്. എന്നുവെച്ചാൽ അവിടെ വരുന്ന കുറേ എൻസൈംസ് ഉണ്ട്. ഫസ്റ്റ് ഇസ് റുബിസ്കോ നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു എൻസൈമിൻ്റെ പേരാണ് Rubisco, very important enzyme, and that is ribulose biphosphate carboxylase oxygenase. അതിൻ്റെ ഷോർട്ട് ആണ് Rubisco. And PEP phosphoenol pyruvate അതാണ് അത്. ഓക്കെ, ഇതൊക്കെ എൻസൈം പേരാണ്. ഇവിടെയൊക്കെ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? മെഗ്നീഷ്യം. ദെൻ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ സിങ്ക് ആക്ട് ആസ് ആൻ ആക്ടിവേറ്റർ ഇൻ കേസ് ഓഫ് ഡീഹൈഡ്രോജിനേസസ് ദാറ്റ് ഇസ് കാർബോക്സിലേസസ് എന്നൊക്കെ പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? സിങ്ക് ആണ്. കാർബോക്സിലേസസും പറയാം. ഓക്കെ, നെക്സ്റ്റ് മോളിബ്ഡിനത്തിൻ്റെ കേസ് നോക്കുകയാണ്. ഇറ്റ് ആക്ട് ആസ് എൻ ആക്ടിവേറ്റർ ഇൻ നൈട്രോജിനേസ് എൻസൈം. നൈട്രോജിനേസ് എന്ന് പറയുമ്പം നൈട്രജൻ ഫിക്സേഷൻ റിലേറ്റഡ് വരുന്നതാണ്, പഠിക്കാം. ആ ഒരു എൻസൈമിലാണ് മോളിബ്ഡിനം ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സം ക്യാൻ ഓൾട്ടർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ചില എലമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവർ പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത പൊട്ടാസ്യം എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ വാട്ടറിൻ്റെ പ്രസൻസ് കൂടുമ്പം കുറയുമ്പം ദാറ്റ് ഒക്കേഴ്സ് ആൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നവരാണ് പൊട്ടാസ്യം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ ഒരുപാട് റോള് നിങ്ങൾക്ക് കാണാം. അത് വായിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഹെഡിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.